ബാലഗോപാലന്റെ അവസാനത്തെ ബജറ്റ് കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അവതരിപ്പിച്ച അവസാനത്തെ ബജറ്റാണെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. ഉരുളക്കിഴങ്ങില്ലാത്ത മസാലദോശ പോലെയാണ് ബാലഗോപാലന്റെ ബജറ്റ്. പേര് മസാലദോശ, പക്ഷേ ഉള്ളു പൊള്ള. കോടികൾ പ്രഖ്യാപിക്കും. അവസാനം പദ്ധതി വിതരണത്തിൽ നിന്ന് ആദ്യം 50% കട്ട് ചെയ്യും, വീണ്ടും കുറയ്ക്കും. ഒടുവിൽ പ്രഖ്യാപിച്ചതിന്റെ 40% പോലും ചിലവഴിക്കില്ല. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതിൽ എല്ലാ വകുപ്പുകളിലും 40% മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത് എന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. സംസ്ഥാനത്ത് മദ്യവും ലോട്ടറിയും കഴിഞ്ഞാൽ ഏറ്റവും അധികം വരുമാനം ഏതു വിഭാഗത്തിൽ നിന്നാണെന്ന് അറിയാമോ? അത് മോട്ടോർ വാഹന വകുപ്പ് ജനങ്ങളിൽ നിന്നും ചുമത്തുന്ന പിഴയാണ്. അതായത് നാടോട്ടുക്ക് പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും ഉപയോഗിച്ച് നാട്ടുകാരെ പിഴിഞ്ഞ് ഗുണ്ടാപിരിവ് നടത്തിയാണ് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോകുന്നത്. 10 നയ പൈസയുടെ അധിക വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയും കഴിഞ്ഞ ബജറ്റിലും ഉണ്ടായിരുന്നില്ല എന്നും ഈ ബജറ്റിലും ഇല്ല എന്നാണ് വസ്തുത എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 8532 കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തിയപ്പോൾ നൽകിയത് കേവലം 42% മാത്രമായിരുന്നു. നമ്മുടെ പഞ്ചായത്ത് റോഡുകളെല്ലാം തകർന്നു തരിപ്പണമായി കിടക്കുന്നത് കാണുന്നില്ലേ? കൃഷിക്ക് 1926 കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതിൽ 42% മാത്രമാണ് ചിലവാക്കിയത്. നമ്മുടെ നെൽകർഷകർക്ക് ലഭിക്കേണ്ട പണം പോലും നൽകാതെ കർഷകർ ആത്മഹത്യയിൽ അഭയം തേടുന്ന സമയത്താണ് ഈ കൊടും ചതി പിണറായി വിജയൻ സർക്കാർ ചെയ്തത് എന്ന് മനസ്സിലാക്കണം. കേരളത്തെ കടക്കണിയിലേക്ക് തള്ളിയിട്ട് പിണറായി സർക്കാർ ബജറ്റിൽ നടത്തിയതെല്ലാം തട്ടിപ്പ് പ്രസ്താവനകൾ മാത്രമാണെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകും. കടമെടുക്കുന്ന പണം മുഴുവൻ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനുമാണ് ചെലവാക്കുന്നത്. കിഫ്ബി വഴി കൊള്ളപ്പലിശക്കെടുത്ത കടത്തിന്റെ ബാധ്യതയും മലയാളിയുടെ തലക്ക് വന്നിരിക്കുകയാണ്. ഇന്ധന സെസ്സിന് പുറമെ ഇപ്പോൾ ടോളും പിരിക്കാൻ പോകുന്നു. സംസ്ഥാന ബജറ്റിൽ വകയിരുത്തേണ്ട മോട്ടോർ വാഹന നികുതിയിലെ 50% ഇപ്പോൾ തന്നെ പോകുന്നത് കിഫ്ബി എടുത്ത വായ്പകളുടെ തിരിച്ചടവിലേക്കാണ്. കിഫ്ബിയിലൂടെ നടപ്പാക്കുന്ന പദ്ധതികൾ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ആയതുകൊണ്ട് എവിടെയും സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നില്ല എന്നോർക്കണം. അതായത് പൊതുഖജനാവിൽ വരുന്ന പണത്തിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ട വിഹിതം കുറവാക്കുകയും അത് കിഫ്ബിയുടെ വായ്പ തിരിച്ചടവാവുകയും ചെയ്യുമ്പോൾ തന്നെ സാമൂഹിക നീതി ലംഘിക്കപ്പെടുകയാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.